നമസ്കാരം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. എന്നിട്ടെന്തായി? ഓ, എന്താ ഒരു ചിരി. പക്ഷേ പ്രശ്നം അതല്ല. ആശാനും ടീമും ചിരിച്ചു തുടങ്ങി, ജനങ്ങളൊക്കെ കരഞ്ഞു തുടങ്ങി. പോട്ടെ, എന്തൊക്കെയാ നമ്മുടെ പ്ലാൻ? എന്താ നിന്റെ മനസ്സിലെന്ന് വെച്ചാൽ തുറന്നു പറ. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പുറമെ മറ്റു മന്ത്രിമാരുടെ ഓഫീസുകളിലേക്കും നിയന്ത്രണം നീട്ടി. അടിപൊളി. CMA, ഇന്ദിരാ ഗ്യാരണ്ടി എങ്ങനെയാണ്? ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. KSRTC അപ്പോ ഇനി സ്ത്രീകൾക്ക് പൈസ വേണ്ട? ചിരിക്കാതെ കാര്യം പറ CMA. സൗജന്യ യാത്ര എവിടെ വേണേലും പോവാം. ടൂറൊക്കെ പോകാൻ പറ്റുമല്ലോ അല്ലേ? ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണേലും പോവാം. ഇത് നിങ്ങൾ ഗതാഗത മന്ത്രിയോട് പറഞ്ഞിട്ടില്ലേ? മൂപ്പര് വേറെയാണല്ലോ പറയുന്നത്. അല്ലാതെ ഞാൻ ഓർഡിനറി എവിടെ വേണേലും പോവാം. പോകാം. എല്ലായിടത്തും ഓർഡിനറി ബസ് ഉണ്ടല്ലോ, അതുകൊണ്ട് എവിടെ വേണേലും പോവാം. CMA, ഞങ്ങളെന്നാ മോഡിഫൈ ചെയ്ത് ആ വണ്ടി എടുത്ത് അങ്ങ് ടൂർ പോയാലോ? അതാകുമ്പോ പാട്ടൊക്കെ വെക്കാൻ അനുവാദം ഉണ്ടല്ലോ. സീറ്റ് കവർ ഇടാം, സ്റ്റിയറിംഗ് കവർ ഇടാം, ഗിയർ ക്യാപ്പ് വെക്കാം. എന്തായാലും സമയമുണ്ടല്ലോ, നോക്കാം. അളിയനെ പറ്റി അളിയന്റെ അഭിപ്രായം എന്താണ് അളിയ? എനിക്ക് സത്യത്തിൽ ആവശ്യമുണ്ട്, അങ്ങനത്തെ ഒരാളുടെ ആവശ്യമുണ്ടായിരുന്നു. എന്നെ സഹായിക്കാൻ വിശ്വസ്തതയുള്ള കൂറുള്ള സാമാന്യനിക്ക് അറിയാവുന്ന ഇവിടുത്തെ ജനങ്ങളുമായിട്ടും കൂടെ ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണ്. ഓ, അളിയനൊരു സംഭവമാണല്ലേ. ഒരു മിനിറ്റ്, ആരോഗ്യമന്ത്രിയുടെ ക്ലാസ് ഉണ്ട്. വിഷയം പാമ്പ് കടിക്കുന്നത് എങ്ങനെ? ഒരു പാമ്പ് രക്ഷപ്പെട്ട് ഒരു കാറിന്റെ ടയറിന്റെ അടിയിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. പാമ്പിനെ ചവിട്ടിയാൽ തിരിച്ചു കൊത്തുമല്ലോ, അങ്ങനെ കൊത്തിയതാണ് സാറേ. നീ വെറുതെ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കരുത്. വനം മന്ത്രിക്ക് ഇതിന് വല്ല പരിഹാരവും കാണാൻ പറ്റുമോ? എന്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല. അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളുടെ വളാകവും ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ. എന്താണ് അങ്ങനെ തോന്നാൻ? ആര്, പാമ്പോ അതോ ആനയോ? ശരിക്കും എത്ര ആനകൾ കാണും? 2,09,398 പേർ. ഒന്നുമില്ലാതെ ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ പറയുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അധികാരത്തിലെത്തിയിട്ട് ഒരു മാസം പൂർത്തിയായോ?